ഞെട്ടിക്കുന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ്. തൃശൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചിരിക്കുന്നു. എടമുട്ടം സ്വദേശിനി ജ്യോതിയും കുഞ്ഞുമാണ് മരിച്ചത്. സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷബാസ് അഹമ്മദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷബാസ്, 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ഈ പ്രസവിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ ഓട്ടോ ഡ്രൈവറുടെ പങ്കെന്താണ്? പോലീസ് എന്താണ് പറയുന്നത് ഷബാസ്? ഷിയാസ്, തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള നിയറസ്റ്റ് ലോഡ്ജിലാണ് ഒരു യുവതിയെയും ആ യുവതിയുടെ ചോരക്കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ എടമുട്ടം സ്വദേശിനിയും ജ്യോതി എന്ന യുവതിയാണ് മരിച്ചിരിക്കുന്നത്. 30 വയസ്സാണ് ഈ ജ്യോതി എന്ന സ്ത്രീക്കുള്ളത്. 27-ാം തീയതി, അതായത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഈ ജ്യോതി ഈ ലോഡ്ജിലേക്ക് എത്തിക്കൊണ്ട് ഇവിടെ മുറിയെടുക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് എത്തിയത്. കൂടെ ഒരു ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവറും ചേർന്നാണ് ഇവിടെ മുറിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിലൊന്നും ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് പ്രകാരം ഈ യുവതി ഗർഭിണിയാണ് എന്ന് ഇവർക്ക് തോന്നിയിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ യുവതി മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. പിന്നീട് ഇന്ന് വീണ്ടും എത്തി ഈ സുഹൃത്താണെന്ന് കരുതപ്പെടുന്നു ഈ ഓട്ടോ ഡ്രൈവർ വീണ്ടും എത്തി ഇവരുടെ മുറി തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് അകത്തു നിന്ന് പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത്. പിന്നീട് ഹോട്ടൽ ജീവനക്കാരെ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും അടക്കം എത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ചാണ് ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഈ യുവതിയെ, എടമുട്ടം സ്വദേശിയായ ജ്യോതി എന്ന യുവതിയെയും ആ യുവതിയുടെ ചോരക്കുഞ്ഞിനെയും ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോലീസ് പറയുന്നത് പ്രകാരം ഈ പ്രസവിക്കാൻ വേണ്ടി യുവതി ഇത്തരത്തിൽ ഇവിടെ മുറിയെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴെന്തായാലും ആ ഓട്ടോ ഡ്രൈവറായ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇയാളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സാധാരണ പോലെ ഏതെങ്കിലും യാത്രക്കാരെ കൊണ്ടുവിടുന്നത് പോലെ മാത്രം കൊണ്ടുവിട്ടതാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഓട്ടോ ഡ്രൈവർക്ക് ഇവരുടെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമടക്കം വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഉച്ചയോടുകൂടി യുവതിയെ കൊണ്ടുവിട്ടത് ഈ ഓട്ടോ ഡ്രൈവറാണ്. ഒപ്പം തന്നെ ഇന്ന് വീണ്ടും എത്തി മുറി തുറക്കാൻ ശ്രമിച്ചതും ഈ ഓട്ടോ ഡ്രൈവറാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഷിയാസ്, ശരി ഷബാസ്, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്.